ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു അടിപൊളി സ്റ്റാർട്ടപ്പ് പരിചയപ്പെട്ടാൽ നല്ല കറിവേപ്പില വെച്ചുണ്ടാക്കിയ സൂപ്പർ കറിവേപ്പില ചിക്കൻ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി നമുക്കൊരു പാനിലേക്ക് കഴുകി വൃത്തിയാക്കിയ നല്ല നാടൻ കറിവേപ്പില ഇട്ട് വറുത്തെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ മാറി നല്ല രീതിയിൽ വറുത്തെടുക്കുക. ഈ വറുത്ത കറിവേപ്പില നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. നല്ല രീതിയിൽ വറുത്താൽ മാത്രമേ നല്ല പൊടിയായിട്ട് കിട്ടത്തുള്ളൂ. നമുക്കൊരു മിക്സി ജാറിട്ട് പൊടിച്ച് നമുക്ക് ഈ ഐറ്റം മാറ്റി വെക്കാം. ഇനി സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം തേങ്ങ കൊത്ത് വറുത്തെടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു ബ്രൗൺ കളറാകുന്ന വരെ വറുത്തെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തേങ്ങാക്കൊത്ത് മാറ്റിയ ശേഷം ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 3-4 പച്ചമുളക്, നല്ല നാടൻ പച്ചമുളകാണ് വീട്ടിൽ ഉണ്ടായത് തന്നെ, നാടൻ പച്ചമുളക് അതിൻ്റെ നടുവേ കീറി ഇട്ട് കൊടുക്കാം. അതിനൊക്കെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ല ചതച്ചിടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നല്ല രീതിയിൽ വഴറ്റി കൊടുക്കുക. നമുക്ക് ഇതിനകത്ത് ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, നമുക്കൊരു പച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. സവോളയും അതുപോലെ തന്നെ ക്യാപ്സിക്കവും വാടി വരുന്നവരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. അവസാനം നമുക്ക് കാണാം സവോളയുടെയൊക്കെ കളർ മാറി ഒരു ബ്രൗൺ കളർ ആകുന്നവരെ തന്നെ നമ്മളത് വഴറ്റിയെടുക്കാം. സവോളയും ക്യാപ്സിക്കവും നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ മിക്സ് കൊടുക്കുക. ഒന്നത് വഴറ്റിയെടുക്കുക. ആ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. നമുക്ക് ഇനി ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്യുക. 2-3 മിനിറ്റ് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബോൺലെസ് ചിക്കൻ, ഒരു 1/4 കിലോ ബേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു 1/4 കിലോ ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യമെങ്കിൽ വെള്ളം ഒഴിക്കാം. ചിക്കൻ്റെ അകത്ത് വെള്ളമുണ്ട്, അതുകൊണ്ട് നമുക്കിപ്പോൾ ആദ്യം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് അടച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്നൊക്കെ നോക്കാം. അപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് ഒരു ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് പിടിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഇളക്കി കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ പറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കറിവേപ്പില പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ ഏകദേശം ഒരു 2-3 സ്പൂൺ കറിവേപ്പില എടുത്തിട്ടുള്ളൂ. ഇതിനി നമുക്ക് നമ്മുടെ ഈ ചിക്കനിൽ നല്ല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. കറിവേപ്പില പൊടിയും ഇട്ടതിന് ശേഷം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഈ കറിവേപ്പിലയും ഒരു കുരുമുളകും കൂടെയുള്ള നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നമുക്കിനി അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഗ്രേവി കുറവാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു 2-3 സെക്കൻഡ് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിമൊക്കെ ഓഫ് വെച്ച് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ഫുഡിൻ്റെ കൂടെ സ്റ്റാർട്ടപ്പായിട്ട് ഉപയോഗിക്കാം. അതല്ലാതെ ചപ്പാത്തി, പൊറോട്ട, പാലപ്പം, ഇടിയപ്പം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഞാനിവിടെ പൊറോട്ട എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഡിഷെല്ലാം ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക, കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.